ഈമാൻ കാര്യം ആറാണ്. ഇതിങ്ങനെ സിസ്റ്റം ഇതൊക്കെ ഇതാണ് ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാക്കല്. 3000 ഞങ്ങൾ രണ്ടാം മാത്രമേ ഇല്ലാത്തത്. അതിന്റെ പ്രായം ഉണ്ടാവും ശരിക്കും ഒരു 10 വർഷം. അപ്പൊ ഈമാൻ കാര്യം എത്ര എണ്ണായിരുന്നു? 6. ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇലയിൽ പരത്തിയും പിന്നെ ആവോലി മുളക് ഇട്ടത്തോണ് അവര് മുളിത്തി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ആ പൊടിയാൻ്റെ ഒക്കെ കഴുകി വെച്ചല്ലേ? നിങ്ങൾ കഴിയിട്ടില്ലേ? ഞാൻ കഴിക്കുന്നു. അല്ലെ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് വിശ്വാസം കാര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളെ ആണുങ്ങൾ വൃത്തിയായില്ലെന്നറിയാം. അല്ല അയ്യാലമ്മ പ്രത്യേകിച്ചൊന്നും ഉണ്ടല്ലോ, പൊടി മാത്രമേ ഉണ്ടാവുള്ളൂ. അതെങ്കിലും അങ്ങനെ ഒന്നുമിലും പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എലിപ്പരത്തി പൊടി വെക്കുക അല്ലേ? അപ്പൊ അതിന്റെ ചീരുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, നല്ല ജീരകം, തേങ്ങ, പിന്നെ ചുടുവെള്ളം, ഉപ്പ് ഇത്രയല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ മൊളീത്തി കൂടെ ഉണ്ടാക്കാണ്ട്. മൊളീത്തി അല്ല മൊളീത്തി എന്നാണ് പണ്ട് പറഞ്ഞത്. എലിപ്പരത്തി മൊളീത്തി പണ്ടത്തന്മാര് പറഞ്ഞ ഉപ്പിട്. അത് ഞാൻ നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ട് നമുക്ക് തേങ്ങ ഇടാം. ഇപ്പൊ എത്ര പൊടിയുണ്ട്? നമുക്കൊരു 3 കപ്പ് ഉണ്ടാവും. ഇതിലേക്ക് തേങ്ങയാണ് ഇടുന്നത്. ഇതിലേക്ക് ചീരുള്ളിട്ട് ഈ എലിപ്പരത്തിന് പക്ഷെ എല്ലാ സ്ഥലത്തും വേറെ വേറെ പേരായിരിക്കും അല്ലേ? കട്ടിപ്പത്തിരി എന്നുണ്ടാവും. കട്ടിപ്പത്തിരിയോ? ആ, അവിടെ അല്ല, ചെറിയ ഉള്ളി ചീരവിട്ട് ചെറിയ ഉള്ളി ഇട്ട് അല്ലേ? ഈ തേങ്ങൻ്റെ പാല് തീക്കുക, ഒന്ന് നല്ലോണം കയ്യേറ്റ് കുഴക്കുക. അപ്പോൾ ഇത് പാലായി മാറോ അതിലിട്ട തേങ്ങ? അല്ല, അതിൽ കുറച്ച് അതിൻ്റെ പാല് തീക്ക് ചേരൂലേ? അപ്പൊ പാലെവിടെ? പാല് വേണ്ട, തേങ്ങ ഇതിലിട്ട് കണ്ടല്ലേ നമ്മള്. അങ്ങനെ. അപ്പൊ ഇതിലെ പാല് ചേരുന്ന അർത്ഥം. അതന്നെ ഞാൻ ചോദിച്ചത്. ചൂടുവെള്ളം വയ്ക്കാറായാ? അപ്പൊ നല്ല വെട്ടി തിളക്കണ്ട ചൂട്. ചട്ടകം ഇതോ? ഇനി വെള്ളം ഒഴിക്കുക. അപ്പൊ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള പറഞ്ഞ കൂടും വേണ്ട കുറയും വേണ്ട മതിയല്ലേ? അപ്പോൾ എലിപ്പരത്തി ഉണ്ടാക്കാനുള്ള മാവ് ഇത് ശരിക്കും നമ്മൾ പൊടിച്ച പൊടിയല്ലേ? ഇത് പൊടിച്ച പൊടിയാണ്. പൊടിച്ച പൊടി എന്ന് പറഞ്ഞാൽ പണ്ട് കുത്തി പൊടിച്ചുണ്ടാക്കിയത് വല്ലല്ലേ? അതല്ല, ആ പുട്ടിനും ദോശക്കൊക്കെ ഉപയോഗിക്കണ പൊടി. ആ പൊടി തന്നെയാണ്. പ്രത്യേകിച്ച് അതിന് പൊടി തരിയുള്ളത് തരില്ലാത്തെന്നുള്ള പ്രത്യേകത ഒന്നുമില്ല. അതിൽ നമ്മൾ തേങ്ങയും ചെറുള്ളിയും ഉപ്പും ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചുകൊണ്ടിരിക്കണം. അതിൽ ഇത് പോയി പൊടിക്ക് ഇത് പരത്തി വരുമ്പോൾ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് പൊളിച്ചുണ്ടായിക്കല്ലേ? ഒട്ടി പിടിക്കും. ഓക്കെ. കുഴച്ചിട്ട് ഈ ഒരു പരുവത്തിലാവണം. ഇലയിൽ വെച്ച് പരത്തുമ്പോഴുള്ള രീതിയിലൊക്കെ ആയി മാറണം. അപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു പരുവം എന്ന് പറയുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് അറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളിത് പിന്നെ ഉണ്ടാക്കണതേ നമ്മൾ വേവിക്കണ വിറകടുപ്പിലാണ്. ചെറുപ്പകാലത്തൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്കൊക്കെ ഒരു ഓർമ്മ വെച്ചാൽ മുതൽ ഒരു വിഭവമുള്ളതാണ് ഈ കാലഘട്ടത്തിൽ. അന്ന് 2 എലിപ്പരത്തിയും ഓട്ടടിയും അങ്ങനെ പറഞ്ഞ സാധനങ്ങൾ അന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ആരും ഈ പൊടിയാൻ്റെ ഇലയിൽ ഒന്നൊക്കെ ചെയ്യൽ വളരെ അപൂർവമായിരിക്കും. ഉണ്ടെങ്കിൽ തന്നെ അത് ചട്ടിയിൽ പരത്തിയിട്ട് ദോശക്കല്ലിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന എനിക്ക് തോന്നുന്നത്. ഏതായാലും പുറത്താണ് നമ്മൾ ഉണ്ടാക്കണമെന്ന്. നിനക്ക് ഉരുളേക്ക് വെക്കണം എന്നാ വരുമോ? അപ്പോൾ വിറകടൊക്കെ ഇപ്പം നല്ല കത്തിയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ഇത് ഇപ്പം ഈ കാലഘട്ടത്തിൽ വല്ലപ്പോഴാണ് എണ്ണ തടവെന്ന് പറയാൻ പറ്റില്ല. ഇതെന്ത് തടവനാ? തടവെന്ന് പറയുമ്പോൾ പണ്ട് ചവിരിത്തുപ്പേറ്റ് വളരെ തഴയുന്നത്. ഒട്ടി പൊടിക്കൂല. സൗകര്യമാണ് എണ്ണ സ്പ്രേ ചെയ്യാ. പണ്ട് നമ്മൾ ചവിരിത്തുപ്പിൽ ഇത് തേച്ചിരുന്നില്ലേ? തേങ്ങൻ്റെ ഇതിങ്ങനെ ഉരുട്ടിയിട്ട് പണ്ടത്തമ്മാര് നല്ല കട്ടി പറയണല്ലേ? പണ്ടത്തമ്മാര് പരത്തി ഉണ്ടാക്കണ ആ ഒരു ഇതിക്ക് വരൂല. അവരെ വിരലാണ് പരത്തിയിട്ട് ഈ പൊടിയാൻ്റെ ശരിക്കും വെന്ത് ഒട്ടി പിടിക്കണം. ഈ പണ്ടൊക്കെ നമ്മൾ എലിപ്പരത്തി തിന്നുമ്പോൾ ഇതിൻ്റെ നാരുകൾ ഈ വേരുകളില്ലേ ഇതിങ്ങനെ അടയാളം വന്നില്ലേ? ഉണ്ടാവില്ലേ? കുറച്ച് വലുപ്പം അതുണ്ടാവും. അപ്പം ഇനി വെക്കുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നേരെ ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെക്കുകയാണ്. പല സ്ഥലത്ത് ഈ പൊടിയാൻ്റെ
ഇലൻ്റെ പേര് വേറെ ആയിരിക്കും. ചട്ടി കുണ്ടായാലേ സൈഡൊക്കെ വേഗം പണിയാണ്. ആ അപ്പം അങ്ങനെ ഒരു നമുക്ക് ബന്ധമെന്ന് പറയുമ്പോൾ 10 മിനിറ്റ് ആവും. ഒന്ന് ബന്ധം ദോശയും പത്തിരിയൊക്കെ ഉണ്ടാക്കണ അത്ര എളുപ്പമുണ്ടാവില്ല. ഓട്ടട ഇതൊക്കെ കുറച്ച് സമയം എടുക്കണ ഒരു പരിപാടിയാണ്. ഓട്ടടൊക്കെ പെട്ടെന്നാവും. ഇത് മറിച്ചിടേണ്ട സമയം ഇപ്പം എങ്ങനെ ആയിരിക്കും നമ്മൾ മനസ്സിലാകുക? അത് ഇല ഒന്ന് വാടിയിട്ട് ഒന്ന് വാടണം, എന്നാലേ ഒന്ന് ഒട്ടി പിടിച്ച് കൊണ്ട് വേറിട്ട് കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഇലൻ്റെ ഫ്ലേവർ ചുവയും പുളിയൊക്കെ നമുക്ക് വരും, അപ്പത്ത് നമുക്ക് വരും അല്ലേ? പണ്ടൊന്നും ഈ കറിയൊന്നും ഇല്ലല്ലോ. പണ്ട് കട്ടൻ ചായയും കട്ടൻ കാപ്പി ചക്കരപ്പൊടി ഇട്ട സാധനം ഈ ഇലന്റെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ നെയ്യ് വരട്ടിട്ടായിരുന്നു പണ്ട്. പല സ്ഥലങ്ങളിൽ നെയ്യും പഞ്ചസാര ഇല്ലാത്ത കാലഘട്ടത്തിലെ കാര്യം ഞാൻ പറഞ്ഞത്. പഞ്ചസാരൊക്കെ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത് തിന്നുന്നത് ഈ കൈ ഇല ദിമക്ക് വെന്ത് പറഞ്ഞ ചായയും കട്ടൻ കാപ്പിയും കട്ടൻ ചായയും ചക്കരപ്പൊടി കുടിക്കുമ്പോഴാണ് ഇതില് ആ ചൂടോടുകൂടി. അല്ല അന്നേ മതിയായിരുന്നു, അന്ന് മതി. വിശപ്പിന്റെ കാലഘട്ടമായിരുന്നു. അരി വറുത്ത് ചായയിലിട്ട് കുടിച്ച് എത്ര നമുക്ക് 1-2 പ്രാവശ്യമൊക്കെ അങ്ങനെ തിന്ന അനുഭവങ്ങളുണ്ട്. അരി വറുത്ത് കണ്ട് തേങ്ങയും. ഞാനിപ്പോഴും തിന്നുന്നുണ്ട്. അല്ല അതിപ്പോ നമുക്കൊരു ആഗ്രഹത്തിന് നിന്നാണ്. അന്ന് വിശപ്പിന് വേണ്ടി തിന്നുണ്ടായിരുന്നു, വിശപ്പ് വേണ്ടിട്ട്. അപ്പോ ഈ ചേട്ടാ ഇതിന്റെ ഒരു ഫ്ലേവർ അടിയിലെ കളർ മാറിയിട്ടുണ്ട്. ഇതാണ് എലിപ്പരത്തിന്റെ ഒരു ഭാഗം വെന്ത് കളഞ്ഞു. ഇങ്ങനെ ഒരു അത്രയും പാടെ സമയം ഇങ്ങനെ ഇരിക്കണം. ഇതിങ്ങനെ ആകാംക്ഷ എന്തായിന്ന് അറിയാം. നല്ല മണം വരണ്ട. ഈ പൊടിയാൻ്റെ ഇലൻ്റെ ചൂടായൊരു മണം ഉണ്ടല്ലേ, വരുന്നുണ്ട്. എൻ്റെ ഇല എടുത്ത മരാണിത്. നിങ്ങളെ നാട്ടിൽ പലയിടത്തും ഇതിന് പല പേരായിരിക്കും. പൊടിയണ്ണീന്ന് പറയും, പൊടിയാനാന്ന് പറയും. പല സ്ഥലത്തും പല പേരുകളുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ നാട്ടിലുള്ള പേരെന്താ വെച്ചാൽ അതൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്തോണ്ട് അറിയാൻ പറ്റുമല്ലോ. പല സ്ഥലത്തും പല പേരുകളുണ്ട്. ഈ ഇലക്ക് മുമ്പ് കാലത്ത് നമുക്ക് ഇതിമ്മ നല്ലോണം പറ്റി പിടിച്ചിട്ടേ അതും കൂടി കൂട്ടി തിന്നേണ്ട അവസ്ഥയ്ക്ക് വന്നിരുന്നത്. ഇല അത്രയും ബന്ധുണ്ടായിരുന്നു. ഇതിപ്പോൾ നമുക്കൊക്കെ ഇല തിന്നാൻ മടി ഉണ്ടാവും അല്ലേ? അങ്ങനെ തോന്നണേ ഇരിക്കും. നോക്കി നമുക്ക് ഏതായാലും ഇത് വെളിച്ചെണ്ണ ഇപ്പോൾ ഈ സ്പ്രേ ചെയ്തിട്ടോ. വെളിച്ചെണ്ണ ആണ് ശരിക്കും വേണ്ടത്. ഓയിലൊന്നും ഉപയോഗിക്കരുത്. അപ്പം ഇതിൻ്റെ മേലത്തെ ഇല ഏകദേശം നമുക്ക് മാറ്റി വെക്കാം. മറിക്കല്ലേ? അപ്പോൾ ചട്ടീൻ്റെ അടി പിടിക്കുമോ? തീ കുറക്കാൻ മതി. ഒരു കൊള്ളിൻ്റെ അടുത്ത് വെച്ചാൽ മതി. കൊള്ളി എടുത്തേക്ക് അതെല്ലാം പറഞ്ഞ് കത്തിക്കല്ലിന് മറിച്ചിട്ടോളി. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി അല്ലേ? ഇനി ശ്രദ്ധിക്കണം, തീ കൂട്ടണ്ട. ഇനി തീ കൂട്ടണ്ട, ആ തീയിലങ്ങനെ മതി. അയ്യോ, ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ അവസ്ഥ. ഈ ഇലയൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ദാ എലിപ്പരത്തിതാ ആദ്യത്തെ എലിപ്പരത്തി നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അതിന് മാറ്റി വെക്കാം. ഈ വിറകെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കയ്യെ കണ്ടിരുന്നു. കാരണം വിറക് നീക്കണം ഇത് പരത്തിലെല്ലാം കൂടി ഉള്ളൊരു പ്രയാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത് ഞാൻ ചെയ്യുന്ന കേട്ടോ. നമ്മൾ ആയിരക്കണക്കിന് പൊറോട്ട വരുത്താനൊക്കെ ഉള്ള ഹോട്ടലാകുമ്പോഴേ നമ്മളിപ്പോൾ പെണ്ണുങ്ങളോട് എങ്ങനെ ചെയ്യാൻ നമ്മൾ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം അവരില്ല. നന്നായി ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ള എന്താ വെച്ചാൽ അധിക വീട്ടിലും ഈ വിറക് എത്തിച്ചുള്ള അടുപ്പ് കുറവാണ്. ഇവിടെയും ഇതിൻ്റെ ഉപയോഗം വളരെ വളരെ അപൂർവമായിട്ട് ഉണ്ടാവാറുള്ളൂ. ഇന്നിപ്പോൾ രാവിലെ 5 മണിക്ക് എണീച്ചിട്ട് ഇവിടെ നിന്നിട്ട് വൃത്തിയാക്കി. നിങ്ങൾ കാണുമ്പോൾ ഇത് പറയില്ല, വീടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ വല്ലപ്പോഴും ഓട്ടർ ഉണ്ടാക്കാൻ ഈ അടുപ്പ് ഉപയോഗിക്കും. വല്ലപ്പോഴും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഈ ബിരിയാണി, മന്തി അങ്ങനെ നെയ്ച്ചോറ് കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ എളുപ്പത്തിൽ ഗ്യാസാണ്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല, കാലഘട്ടം അങ്ങനെ മാറിയില്ലേ. അപ്പോൾ നമ്മൾ ബാക്കിൽ വിറകടുപ്പിലും ഇവിടുത്തെ അടുപ്പിലും കൂടി ചെയ്യാം. എന്നാലും ഇത് വേഗം ആയി കിട്ടുള്ളൂ. വേഗം കഴിച്ച് നമ്മളൊക്കെ ജോലിക്കും വേറെ പരിപാടിക്കൊക്കെ പോകാനുള്ള മദ്രസ പോകാനുള്ള കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് വേഗം 2 സ്ഥലത്തും കൂടെ വെച്ച് ഉണ്ടാക്കാം. അപ്പോൾ ആയി കിട്ടുള്ളൂ. ഇല്ലേ?
ഇതിങ്ങനെ സിസ്റ്റം ഇതൊക്കെ ഇതാണ് ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാക്കൽ. മറ്റത് നമ്മൾ മുമ്പ് കണ്ടിരുന്ന രീതിയാണ്. പെട്ടെന്ന് വെന്തിട്ട് കണ്ടില്ല, അത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഇനി അടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഇലപ്പരുത്തിക്കുള്ള കറിയാണ് മീൻ മുളകിട്ട്. മീൻ മുളകിട്ടെന്ന് പറയും. അതെ, മീൻ മുളകിട്ടെന്ന് പറയല്ല, മൊളിയത്തി തന്നെ മുളക് പീത്തിയ ഒരു വെള്ളം, വളരെ കട്ടി പറഞ്ഞിട്ടുള്ള ഒരു വെള്ളമായിരുന്നു പണ്ടുകളിൽ മൊളിയത്തി തന്നെ. അപ്പോൾ അതാണ് നമ്മൾ ഈ ഇലപ്പത്തിരിക്ക് കറിയായിട്ടുണ്ടാക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, പിന്നെ പുളി, വാളംപുളി. ഇത് നാടൻ പുളി, നമ്മളെ പുളി മരത്ത് മൊത്തം അത് വെള്ളം വെച്ച് ഇവിടെ വീട്ടിലുണ്ടായ മല്ലിച്ചപ്പ്. ഇതിന് ശരിക്കും മല്ലിച്ചപ്പ് എന്നല്ല ഇതിന് പറയാം. അതന്നെ. പച്ചമുളക്, തക്കാളി, ഇത്രയാണ്. അപ്പോൾ നമുക്ക് ഇനി വിറകടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കാം. അതൊക്കെ ട്രഡീഷണലായിട്ട്. അപ്പോൾ ഇതിലേക്കല്ല പറഞ്ഞ തന്നെ മൊളിയത്തി ഉണ്ടാക്കാനുള്ള മൺചട്ടി വിറകടുപ്പിലേക്ക് വെച്ചു. അല്ലെങ്കിൽ ഈ ഗ്യാസ് അടുപ്പ് നമ്മളൊരു ഈ കാറ്ററിങ്ങിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ കുറേ ആൾക്കാർ ഫുള്ള് ഗ്യാസാണ് ബിരിയാണി തിന്നാൻ ആൾക്കാർ. പക്ഷേ ആ ഗ്യാസും ഈ വിറകടുപ്പും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, ഗ്യാസ് ഓഫാക്കുമ്പോൾ തന്നെ അതിൻ്റെ ചൂടങ്ങോട്ട് പോവാണ്. പക്ഷെ വിറകടുപ്പാകുമ്പോൾ ആ കണലിൽ കുറേ സമയം ഇരിക്കുമ്പോൾ ഒന്നും കൂടി ആ ഫ്ലേവറും ഇൻഗ്രീഡിയൻസൊക്കെ കൂടി ചേർന്നും വേവും കുക്കിങ്ങൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ മൊളിയത്തിൻ്റെ ഒക്കെയുള്ള ചട്ടി നമ്മൾ വിറകടുപ്പിൽ വെച്ച് ചൂടായി. വെളിച്ചെണ്ണ, ഓക്കെ. മീൻ മറ്റേ ആവോലി കേട്ടോ, ഏകദേശം ഒരു 1 കിലോ മീൻ ഉണ്ടാവുള്ളൂ. അത് മതിയല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഉലുവല്ലിടേണ്ട വെച്ചാൽ, അപ്പോൾ നമുക്ക് പിന്നെ മൊളിയത്തിൻ്റെയൊക്കെയുള്ള എണ്ണ ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഉലുവ, ശരിക്കും ഉലുവയാണ് ശരിക്കും ഇതിൻ്റെ ഒരു മീനയുടെ കാര്യമില്ലേ. ശരിക്കും വിറകടുപ്പിൽ പാചകം ചെയ്യാണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാനും ഒരു താല്പര്യം കൂടും. നമ്മളൊക്കെ ഇപ്പത്തല്ല കേട്ടോ, നമ്മളൊക്കെ ചെറുപ്പകാലം അങ്ങനെ പഠിച്ചതല്ലേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നല്ല ചൂടായിട്ട് എണ്ണ ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ശരിക്കും ഇഞ്ചി വെളുത്തുള്ളി മൂക്കലാണ് ഈ ഏതൊരു കറിയുടെയും അല്ലെങ്കിൽ വിഭവത്തിൻ്റെ ഒക്കെ പ്രത്യേകത. ആ സ്മെല്ലും കൂടി വരണം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് അതിന് കിടന്ന് പാടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഇതിൽ വരിക. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ വെച്ചു, ഉലുവ മുപ്പിച്ചു, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ട് പച്ചമുളക് ഇട്ടു. ഇവിടെ ഇപ്പോൾ കുടംപുളി അല്ല, ഇവിടെ വാളംപുളിയാണ്. ചില സ്ഥലത്ത് കുടംപുളിയാണ് മീൻകറിക്ക് ഉപയോഗിക്കുക. നമ്മൾ കോട്ടയം തിരുവനന്തപുരം ഭാഗത്ത് വരുമ്പോൾ കോട്ടയം ഈ കുടംപുളി ഇട്ടാണ് കിട്ടുന്നത്. ആലപ്പുഴ കറിയൊക്കെ ഉണ്ടാവും. തക്കാളി കഴിഞ്ഞിട്ട് 4 തക്കാളിന് കാര്യമായിട്ട് ഇത് തക്കാളി തന്നെയാണല്ലേ. തക്കാളി അങ്ങോട്ട് വെന്തിട്ട് നമ്മൾ പേസ്റ്റ് മാതിരി ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പറയും. പണ്ടൊക്കെ നുള്ള് കണക്കായിരുന്നു ഉമ്മാർക്കൊക്കെ. 1 നുള്ള് 2 നുള്ള് ഉപ്പ് ഇതൊക്കെ ഇപ്പോൾ സ്പൂണായി മാറി. പിന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആ കട്ടിംഗ് ബോർഡ്, സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡിനെ കുറിച്ച് പറഞ്ഞു. അത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൊടികളൊന്നും ഉള്ളിലേക്ക് പോകാതൊക്കെ മരമാകുമ്പം പ്ലാസ്റ്റിക് മുകളിലേക്ക് പോകുന്നതൊക്കെ പറഞ്ഞു. എന്ന പോലെ തന്നെ ഇപ്പോൾ ഈ സ്പൂണ് ഇതൊക്കെ ഞാനിവിടെ ഇങ്ങനത്തെ പാചകത്തിന് ഇറങ്ങുമ്പോൾ അതൊക്കെ കാണുക തന്നെ. അപ്പോൾ വൈഫിൻ്റെ ഒരു സെലക്ഷനാണ്. എനിക്ക് തോന്നുന്നതൊക്കെ ഇതിന് എളുപ്പമാണ് ഈ കാലഘട്ടത്തിനനുസരിച്ച്. കട്ടിംഗ് ബോർഡിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇനി ഇതുണ്ടെങ്കിലും എൻ്റെ ലിങ്കൊക്കെ അയച്ചു തന്നിട്ടാണ്. മുളക് പൊടി ഇട്ടു 2 സ്പൂണ്. ടേബിൾ സ്പൂൺ അല്ലല്ലോ, എന്ത് സ്പൂണാണ് പറയുന്നത്? ടേബിൾ സ്പൂൺ എന്ന് പറയാം. അലാക്കിൻ്റെ സ്പൂണാണ്. ഇല്ലല്ല, ചെറുതാ. അപ്പോൾ വെറൊരു മുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഇല്ല, മല്ലിപ്പൊടി ഇല്ല, ഒന്നുമില്ല. നമ്മൾ ആദ്യം ഇട്ടത് ഉലുവ മുപ്പിച്ചു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, തക്കാളി, മുളക്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കറി വേറെ കളറൊന്നും വേണ്ട, നല്ല മുളക് പൊടിയാണ്. ഇത് കാശ്മീരിയും രണ്ടും കൂടെ മിക്സ് ആയിട്ട് പൊടിച്ച മുളക് പൊടി കേട്ടോ. കാശ്മീരി മുളകും നമ്മളെ സാധാ വറമുളകും കൂട്ടി പൊടിച്ചാണ്. ഇങ്ങനെ കളർ ഇങ്ങനെ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എരിവ് അത്ര ഉണ്ടാവില്ല.
അത് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ 2-3 വർഷമായിട്ട് ഇങ്ങനെ തന്നെ പൊടിക്കലുള്ളത് വീട്ടിൽ. 1 കിലോ രണ്ടും ഓരോ കിലോ, 1 കിലോ വറമുളകും 1 കിലോ കാശ്മീരി മുളകും, രണ്ടും നല്ല ക്വാളിറ്റി ആക്കി വാങ്ങിയിട്ട് പൊടിച്ചാൽ നല്ല കഴുകി ഉണക്കി പൊടിക്കും. മുളക് കഴുകിയിട്ടേ പെട്ടെന്ന് ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്യല് അത് ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടാവും. വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് ഉണക്കല്. വാഷിംഗ് മെഷീൻ മുളക് വെറുതെ ഇവിടെ കറണ്ട് ബില്ല് ഭയങ്കര കൂടുതലായിട്ട് വരട്ടാ. 3000 ഉറുപ്പിക ഞങ്ങൾ രണ്ടാം മാത്രമേ ഉള്ളൂ. തുണിയിൽ പൊതിഞ്ഞിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ആക്കും. എന്നിട്ട് പിന്നെ ഇത് കണ്ട് പഠിക്കാതെ കണ്ട ഭർത്താക്കന്മാരങ്ങളെ ഓടിച്ചിട്ടിട്ട്. വേറെ ഇങ്ങനത്തെ അടുപ്പില് ഇതൊക്കെ പിന്നെ തീയൊക്കെ കോരി എടുത്തിട്ട് അടുപ്പ് തുടക്കും. നല്ല തുടച്ചിട്ട് പേപ്പറിൽ മുളകിട്ടിട്ട് നല്ല പൊതിഞ്ഞ അടുപ്പിലേക്ക്. അതിനിപ്പോ ഈ വിറകടുപ്പ് എപ്പോഴും കത്തിക്കല് 100 ദിവസമല്ലേ? അല്ല, ആദ്യം ചെയ്തിരുന്നു. മുമ്പ് കാലത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ വാഷിംഗ് മെഷീനാണ്. അതല്ല പുളി കുരു ചണ്ടിയൊക്കെ ഒഴിവാക്കിയ പുളിയാണ് അല്ലേ? കുറച്ചിങ്ങനെ പാപ്പൊക്കെ കൊണ്ട് 10-30-40 കൊല്ലം 15 വയസ്സിലൊക്കെ നമ്മൾ ഹോട്ടലിൽ പോയ സമയത്ത് തന്നെ ഇപ്പം പറയും തക്കാളി മാത്രം വന്നാൽ മതി മീൻ കറിക്കുന്നത്. തക്കാളി ഇപ്പം മുളകും മതിയെന്ന് പറയും. അതേമാതിരി തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ഒരുപാട് പൊടികളുണ്ട് ആവശ്യമില്ല. നമ്മളിലേക്കില്ല ചൂടുവെള്ളം ആക്കി വെച്ചാണ്ടാ. ചൂടുവെള്ളം ഒന്നും കൂടെ എളുപ്പമുണ്ടാവും. കട്ടി പള്ളി കുറച്ചും കൂടെ വെച്ചാൽ ഇല്ല. ആ തിളക്കട്ടെ അല്ലേ? കഴിയുണ്ടോ? അജിന്തിരെടുക്കണം. ഞാൻ ഇവരൊക്കെ പ്രസവിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പണി തുടങ്ങിയാണ്. പക്ഷെ ഇവരായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ മരിക്കോളം ജീവിക്കേണ്ട കൂടെ. ഞങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവൂല. അവൻ്റെ തലയും പോലൊക്കെ ഉണ്ടല്ലോ. ശരിക്കും തലേ കറിയിലിട്ടുണ്ട്. ഇനി ശരിക്കും കറി കിട്ട ഒറ്റത്തിള അത്രേ പാടുള്ളൂ. പിന്നെ ഈ ചപ്പും പിന്നെ കറിവേപ്പിലിട്ടാൽ പണി കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മീൻ ഈ കറിയിലേക്ക് ഇട്ട ഒറ്റത്തിളയെ പാടുള്ളൂ. അപ്പോൾ ആ മീൻ ഇങ്ങനെ കഷ്ണമായിട്ട് തന്നെ കിടക്കും. കൂടുതൽ പോകാൻ പാടില്ല. അല്ല അപ്പോൾ വെക്കുമ്പോഴൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ തന്നെ കിടക്കണം, ഉടയാതെ കിടക്കണം മീൻ കറി. നമുക്ക് കരിവേപ്പില, മല്ലിയില, മല്ലിച്ചപ്പല്ല ഇതിൻ്റെ വീട്ടിൽ ആയിഷനെ പിന്നെ കൃഷി ചെയ്ത ഒരു തരം ഇലയാണ് മല്ലിയില എന്ന് പറയും. അത് ഞാനിവിടെ നമ്മുടെ വീട്ടിലൊക്കെ കാണും. ഒരു എന്താ പറയുക, വേറെ തരം എന്താ പറയുന്നത് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ പറയും. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അതാണ് വലിയാത്ര എക്സ്പ്രഷൻ പറയുന്നത്. നമ്മൾ മല്ലിയില എന്ന് പറയുമ്പോൾ ആൾക്കാർ വേറെയല്ല പ്രതീക്ഷിക്കുക. കടയിൽ നിന്ന് വാങ്ങിക്കണം മല്ലിച്ചപ്പ്, പുതിന. അത് ഇതിനെന്താ പറയുക ശരിക്കും? അത് ഇതിനും അതന്നെ പേര് പറയാം, മല്ലിയില തന്നെ, മല്ലിച്ചപ്പ്. മേലെ ചട്ടി വെച്ച് ഇതാണ് എല്ലായിടത്തും ഉള്ളത് തന്നെ ആയിരിക്കും. ഉള്ളതായിരിക്കും തന്നെ ഉണ്ട്. എന്താ സ്മെല്ല്? ഇത് പേരക്കുട്ടിയാണ്, മൂത്ത പേരക്കുട്ടിയാണ്. പേര് പറഞ്ഞോടക്ക്. അനും ഷെരീഫ സെർബീൻ. 3 പേരുണ്ടല്ലോ. കിടന്നോട്ടല്ലേ മറിയ? മറിയ അവിടെ അതിൻ്റെ പേരെന്താണ്? മറിയ അസ്മിക് മറിയ. അസ്മിക് മറിയ പഠിക്കണം അവിടെ ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുത്തനങ്ങാടി. പെരിന്തൽമണ്ണക്കാണ് കല്യാണം കഴിച്ചത്, തിരുക്കട. അപ്പോൾ ഇത് ടെറസിൻ്റെ മേലെ പിന്നെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളാണ്. ചിക്കുണ്ട്, പിന്നെ വേറെന്തെങ്കിലും മരമുണ്ട്, മൂച്ചുണ്ട്, പ്ലാവുണ്ട്, അത് ചക്കമരം, കുട്ടികളുടെ ചക്കമരം ഉണ്ട്, പിന്നെ ഒരു അബിയുണ്ട്. ഇതൊക്കെ എപ്പോഴും കായ്ക്കുന്നല്ല. അത് ഈ പെണ്ണുങ്ങൾക്ക് വേഗം പരിചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും. ഈ അത് പുറത്തേക്ക് ഇറങ്ങണ്ടല്ലോ, കാലുമശിലയ ഉണ്ടല്ലോ. കൃഷി പോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലം ജീവികൾ. 3 ചിപ്പോ അല്ല. ഇവളിവിടെ എത്ര വർഷമായി? എൻ്റെ പ്രായം ഉണ്ടാവും. ശരിക്കും ഒരു 10 വർഷം ആയിട്ടുണ്ടാവും ഇവിടെ അയച്ചു ചിപ്പു അല്ലേ?
പറയാം. എന്താണ് അറിയാം നിങ്ങക്ക്? ഈമാൻ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ മറിയക്ക് ഓൺലൈൻ മദ്രസ അല്ലേ? എന്ന് മദ്രസ ഉണ്ടാവോ? പറഞ്ഞൊരു ഇസ്ലാം കാര്യം ഞായറാഴ്ച രാത്രിയാണ് അല്ലേ മറിയ? എന്റെ പേര് പറഞ്ഞു നിങ്ങളുടെ പറഞ്ഞെടുത്തോ. അപ്പൊ ഇസ്ലാം കാര്യം ഈമാൻ അസ്മിക് മറിയം. അസ്മിക് മറിയം എന്തായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ ഈമാൻ കാര്യം എത്ര എണ്ണായിരുന്നു? 6. അപ്പൊ മാമില്ലേ ഒരു പാട്ട് പഠിപ്പിച്ചരങ്ങ കേട്ടോ. എന്നിട്ട് എല്ലാരും വിശ്വാസം ആമന്തു ബില്ലാഹ് ഒന്നാണ്, ഏറ്റവും സൃഷ്ടും മലക്കുകളിൽ വിശ്വാസം അത് 2ആണ്. ഈമാൻ കാര്യം 6ആണ്, അവകൾ അറിയൽ ഫർളാണ്. ഈമാൻ ഇസ്ലാം അറിയില്ലെങ്കിൽ അവരുടെ വീടാണ്. 4 കിതാബുകളേടുകളിൽ അല്ലാന്റെ വചനം 3ആണ്. അംബിയ മുർസലിം സമക്കും താഹത്തും കാര്യം. അപ്പൊ ഞാനൊന്ന് തിന്നോക്കട്ടെ. ഉണ്ടാക്കണ ആൾക്കാരെ തിന്നിട്ട് കാര്യമില്ലല്ലേ അഭിപ്രായം പറയാന്. നമ്മളെ അക്കീറ ഉണ്ട് ഇവിടെ. അക്കീറാക്ക് ഒരു കഷ്ണം കൊടുത്താലോ? എന്നാ ഇങ്ങോട്ട് വാ. ഈ സൈഡ് തിന്നണില്ലല്ലേ? അത് തിന്നൂല, പറ്റണില്ല. അടിപൊളി കേട്ടാ, ക്രിസ്പി സാധനം. ഇപ്പൊ ഉള്ള പുതിയ ഫുഡുകൾക്കാട്ടിയൊക്കെ അടിപൊളി സാധനം തന്നെയാണ്. നീ കറി അങ്ങനെ മേലെ കൂടെ വെക്കരുത്. ആ സൈഡിലല്ലേ വെച്ചിട്ട് അതിന് കുത്തി തിന്നോ. ബീഫ് ഓക്കെ, നല്ല കറി കേട്ടോ. അപ്പൊ നമ്മളെ മീൻ മൊളീത്തിയും എലിപ്പരത്തിയും റെഡി ആയിട്ടുണ്ട്. അക്കീറത റെഡി ആയി നിൽക്കണ കഴിക്കണേ. അപ്പൊ ഇന്ന് പ്രത്യേകത പേരക്കുട്ടി ഉണ്ട്, അന്നുണ്ട്, മറിയുണ്ട്, രണ്ടാളുണ്ട്. മീൻ മൊളീത്തിയും എലിപ്പരത്തിയും സ്പെഷ്യൽ ഒന്നല്ല, എന്നാലും വളരെ നമ്മളെ വല്ലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ചെയ്ത് കൊടുക്കണേ. അത് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ അമർത്തണ്ടേ. അന്നാളെ ഞാൻ പറഞ്ഞാണ്, അത് അമർത്തിക്കോളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഷെയറും ചെയ്യാം. ഷെയറും ചെയ്യാം.